ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 18. കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗഃ സാത്വികോ മതഃ. അർജുന, ഇത് തൻ്റെ കർത്തവ്യം തന്നെയാണ് എന്നുള്ള നിഷ്ഠയോടുകൂടി ആസക്തിയും ഫലേച്ഛയും വെടിഞ്ഞ് ചെയ്യപ്പെടുന്ന വിഹിത കർമ്മങ്ങളുണ്ടല്ലോ, അപ്രകാരം കർമ്മം ചെയ്യുന്നവൻ്റെ ത്യാഗം സാത്വികമായ ത്യാഗമാകുന്നു. സാത്വികനായ ഒരുവൻ നിയതകർമ്മങ്ങൾ താൻ ചെയ്യേണ്ട കർത്തവ്യകർമ്മം തന്നെയെന്ന് കരുതി തൻ്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ശാസ്ത്രവിധിപ്രകാരം ചെയ്യുന്നു. എന്നാൽ താൻ കർമ്മം ചെയ്യുന്നുവെന്ന ഭാവനയോ കർമ്മത്തിൻ്റെ ഫലത്തിൽ എന്തെങ്കിലും ഇച്ഛയോ അയാൾക്ക് ഉണ്ടായിരിക്കുകയില്ല. മാതാവിനെ അവമാനിക്കുന്നതും അവരിൽ കാമാസക്തി ഉണ്ടാവുന്നതും പൂർണ്ണ നാശത്തിലേക്ക് വഴിതെളിക്കുന്നു. ആകയാൽ ഇത് രണ്ടും ഒഴിവാക്കി അമ്മയെ സേവിക്കുകയാണ് വേണ്ടത്. ഒരു പശുവിൻ്റെ വായി വൃത്തികെട്ടതാണെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാതെ പൂജിക്കുകയാണ് വേണ്ടത്. പുറത്തെ തൊലിയും അകത്തെ കുരുവും ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴം ആരും എറിഞ്ഞു കളയുകയില്ല. അതുപോലെ കർമ്മം ചെയ്യുന്നുവെന്നുള്ള കർത്താവിൻ്റെ അഹംഭാവവും കർമ്മഫലത്തിലുള്ള ആസക്തിയും കർമ്മബന്ധത്തിന് കാരണമാകുന്നതിനാൽ ഒരച്ഛന് തൻ്റെ പുത്രിയിൽ ഒരിക്കലും ഭോഗേച്ഛ ഉണ്ടാകാത്തതുപോലെ അഹംഭാവവും ആസക്തിയും ഇല്ലാതെ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് യാതൊരു കഷ്ടപ്പാടും അനുഭവിക്കാൻ ഇടയാവുകയില്ല. ആ കർമ്മത്തിന് യാതൊരു ബന്ധത്തെയും ഉണ്ടാക്കി വെക്കുന്നതിനുള്ള വാസന ഉണ്ടായിരിക്കുകയില്ല. ഏറ്റവും ഉത്കൃഷ്ടമായ ഈ ത്യാഗവൃക്ഷത്തിൽ മുക്തിയുടെ വലിയ കനികൾ കായ്ക്കുന്നു. ലോകത്തിൽ വച്ച് ഏറ്റവും ഉത്തമമായ ഈ ത്യാഗമാണ് സാത്വിക ത്യാഗമെന്ന് അറിയപ്പെടുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ വിത്തുകൾ എരിച്ചു കളഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ വംശം നശിക്കുന്നു. അതുപോലെ കർമ്മഫലം ത്യജിക്കുന്നതോടുകൂടി കർമ്മത്തെ തന്നെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. സ്പർശമണിയുടെ സ്പർശനം ഏൽക്കുമ്പോൾ ഇരുമ്പിൻ്റെ തുരുമ്പും ശ്യാമവർണവും അപ്രത്യക്ഷമാകുന്നത് പോലെ കർമ്മഫല ത്യാഗത്തോടുകൂടി രാജസവും താമസവുമായ ഗുണങ്ങൾ ഇല്ലാതാവുന്നു. സത്വം ശുദ്ധീകരിക്കപ്പെടുന്നു. അതോടെ ആത്മജ്ഞാനത്തിൻ്റെ കണ്ണുകൾ പൂർണ്ണമായി തുറക്കപ്പെടുന്നു. അപ്പോൾ സായാഹ്നത്തിൽ മരീചിക അപ്രത്യക്ഷപ്പെടുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം അവൻ്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞ് മറയുന്നു. നദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്ജത്തെ ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവീ ഛിന്ന സംശയഃ. സത്വഗുണ സമ്പൂർണനും മേധാവിയും സംശയരഹിതനുമായ ത്യാഗി അസുഖകർമ്മങ്ങളെ വെറുക്കുന്നില്ല, സുഖകർമ്മങ്ങളിൽ ആസക്തനായി പോകുന്നുമില്ല. മുജ്ജന്മ കർമ്മങ്ങളുടെ ഫലമായി അവന് ഇഷ്ടകരവും അനിഷ്ടകരവുമായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ അവയൊക്കെയും ആകാശത്തുണ്ടാകുന്ന മേഘങ്ങൾ ആകാശത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ അവൻ്റെ അന്തരംഗത്തിൽ സുഖമോ ദുഃഖമോ ഉളവാക്കുന്നില്ല. എല്ലാ കർമ്മങ്ങളും അവന് പരിശുദ്ധവും കുറ്റമറ്റതുമാണ്. തന്മൂലം അവ സുഖദുഃഖങ്ങളുടെ വലയിൽപ്പെടുത്തി അവനെ കഷ്ടപ്പെടുത്തുന്നതിന് അശക്തമാണ്. എങ്കിലും കർമ്മം ശുഭകരമോ അശുഭകരമോ എന്ന് അവൻ ചിന്തിക്കാറേ ഇല്ല. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും സന്തോഷമോ വെറുപ്പോ കൂടാതെ അവൻ ചെയ്യുന്നു. ഉറക്കത്തിൽ നിന്നുണരുന്നവൻ സ്വപ്നത്തിൽ കണ്ട അയഥാർത്ഥ വസ്തുക്കളെപ്പറ്റി ശങ്കിക്കാത്തതുപോലെ അവന് ആ വക കർമ്മങ്ങളെപ്പറ്റി യാതൊരു സന്ദേഹവും ഇല്ല. ആകയാൽ ഇന്ന കർമ്മങ്ങളാണ് ചെയ്തതെന്നോ അതിൻ്റെ കർത്താവ് താനാണെന്നോ ഉള്ള ദ്വൈതഭാവം അവനിൽ ഉണ്ടാകുന്നില്ല. ഇപ്രകാരമുള്ള ത്യാഗമാണ് സാത്വിക ത്യാഗം. അല്ലയോ പാണ്ഡുപുത്ര, ഇപ്രകാരം ഉപേക്ഷിക്കുന്ന കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ തീർത്തും ത്യജിക്കപ്പെടുന്ന കർമ്മങ്ങൾ. ഇങ്ങനെയല്ലാതെ മറ്റു വിധത്തിൽ നീ കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ അത് നിനക്കു കൂടി ബന്ധം ഉണ്ടാക്കി വയ്ക്കും. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയത്തെ.
എന്തെന്നാൽ ദേഹമുള്ള ജീവിക്ക് കർമ്മങ്ങളെ നിശ്ശേഷമായി ത്യജിക്കാൻ സാധ്യമല്ല. എന്നാൽ ആരാണോ കർമ്മഫലകാംക്ഷയെ ത്യജിക്കുന്നത് അവൻ ത്യാഗി എന്ന പേരിന് അർഹനത്രേ. അല്ലയോ അർജുന, മനുഷ്യ ശരീരം ലഭിച്ചിട്ടും കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നവൻ വിചാരശൂന്യനാണ്. ഒരു മൺകുടം എങ്ങനെയാണ് കളിമണ്ണിനോട് വിദ്വേഷം പുലർത്തുക? വസ്ത്രത്തിന് നൂലിനെ ത്യജിക്കാൻ കഴിയുമോ? സ്വന്തം താപം കൊണ്ട് എങ്ങനെയാണ് നീ തപിക്കുന്നത്? രൂക്ഷമായ തൻ്റെ ഗന്ധത്തിൽ മനം പിരട്ടുമെങ്കിൽ പിന്നെ പെരുങ്കായത്തിന് എവിടെ നിന്നാണ് സുഗന്ധം നേടാൻ കഴിയുക? ദീപത്തിന് അതിൻ്റെ പ്രഭയെ വെറുക്കാൻ കഴിയുമോ? സലിലത്വമില്ലാതെ എങ്ങനെയാണ് സലിലത്തിന് നിൽക്കാൻ കഴിയുന്നത്? ഇതുപോലെ ശരീരം നിലനിൽക്കുകയും വ്യവഹാരങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം കർമ്മത്യാഗത്തെ പറ്റിയുള്ള സംസാരം നിരർത്ഥകമാണ്. നെറ്റിയിൽ പുരട്ടിയ ചന്ദനച്ചാറ് മായിച്ച് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് വീണ്ടും വീണ്ടും ചന്ദനച്ചാറ് പൂശാം. എന്നാൽ നെറ്റിയുടെ ചുളിവുകൾ നിവർക്കുകയോ ചുളി തീർത്ത ഒരു നെറ്റി മാറ്റിവെക്കുകയോ ചെയ്യാൻ കഴിയുമോ? ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കാൻ പരമാവധി കഴിഞ്ഞേക്കാം. എന്നാൽ ശരീരവുമായി സ്വാഭാവികമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്? ആരോഗ്യവാനായ ഒരാൾക്ക് ശ്വസനകർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. അയാൾ ഉറങ്ങുമ്പോഴും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള ശരീരചേഷ്ടകൾ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു. ജീവിച്ചിരുന്നാലും മരിച്ചാലും അവയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ മനുഷ്യന് കഴിയുന്നതല്ല. അതുകൊണ്ട് കർമ്മങ്ങളെ വിട്ടൊഴിയുന്നതിന് ഒരു വഴി മാത്രമേയുള്ളൂ. അത് കർമ്മത്തിൻ്റെ ഫലത്തെ പറ്റിയുള്ള മോഹം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. കർമ്മഫലങ്ങൾ ഈശ്വരനായി സമർപ്പിച്ചാൽ ഈശ്വര കാരുണ്യം കൊണ്ട് ആത്മജ്ഞാന പ്രകാശം ലഭിക്കുന്നു. അപ്പോൾ പാശത്തെ പറ്റിയുള്ള പരമാർത്ഥജ്ഞാനം പാശത്തെ പാമ്പാണെന്ന് തോന്നിപ്പിച്ചിരുന്ന അജ്ഞാനഭ്രമത്തെ അകറ്റിക്കളയുന്നത് പോലെ ആത്മജ്ഞാനം അജ്ഞാനത്തോടൊപ്പം കർമ്മത്തെയും നശിപ്പിക്കുന്നു. ഇപ്രകാരം കർമ്മത്തെ ത്യജിക്കുന്നത് യഥാർത്ഥ ത്യാഗമാണ്. ഇപ്രകാരമുള്ള ത്യാഗി മഹാനായ കർമ്മത്യാഗിയാണ്. മറ്റ് വിധത്തിലുള്ള ത്യാഗങ്ങളെല്ലാം ഒരു രോഗിക്ക് രോഗം മൂർച്ഛിച്ചുണ്ടാകുന്ന മോഹാലസ്യം കണ്ട് അയാൾ വിശ്രമിക്കുന്നുവെന്ന് കാഴ്ചക്കാർ പറയുന്നത് പോലെയാണ്. അതുപോലെ ഒരുവൻ അലസത കൊണ്ട് കർമ്മങ്ങൾ വെടിയുന്നുവെങ്കിൽ അത് വിശ്രമിക്കാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് ശരിയല്ല. ഒരു കർമ്മത്തിൽ ഉദാസീനനായി അതുപേക്ഷിച്ച് മറ്റൊരു കർമ്മം ചെയ്യാൻ തയ്യാറാകുന്നവൻ മുഷ്ടിപ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുറുവടിയുടെ താടനത്തിന് വിധേയമാകുന്നവനെ പോലെയാണ്. ആകയാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കർമ്മഫല ത്യാഗം കൊണ്ട് കർമ്മത്തെ നിഷ്കർമ്മസ്ഥിതിയിലെത്തിക്കുന്നവനാണ് ഈ ജഗത്രയത്തിൽ യഥാർത്ഥ ത്യാഗി. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. ദുഃഖം, സുഖം, സുഖദുഃഖ സമ്മിശ്രം എന്നിങ്ങനെ 3 തരത്തിൽ ഫലം ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം ലഭിക്കുന്നു. എന്നാൽ സന്യാസികൾക്ക്, അതായത് ത്യാഗികൾക്ക് ഒരിക്കലും അത് ഉണ്ടാകുന്നതല്ല. അല്ലയോ ധനഞ്ജയ, കർമ്മഫലം 3 വിധത്തിലാണ്. ഈ ഫലങ്ങളിലുള്ള ഇച്ഛയെ ഉപേക്ഷിക്കാത്തവർ അത് അനുഭവിക്കേണ്ടതായി വരുന്നു. ഒരു കന്യകയുടെ ജനേതാവ് ഇവൾ മേലിൽ എൻ്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പുത്രിയുടെ കന്യാദാന കർമ്മം നിർവഹിക്കുമ്പോൾ അവളോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അയാൾ മോചിതനാകുമെങ്കിലും പ്രതിഗൃഹീതാവായ വ്യക്തി അതോടെ കന്യകയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് കുരുക്കിൽ പെടുന്നു. വിഷകരമായ ഔഷധങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നവൻ അതിൻ്റെ ആദായം കൊണ്ട് സുഖസമൃദ്ധമായി ജീവിക്കുമ്പോൾ അമിതമായ വില കൊടുത്ത് അത് വാങ്ങി ആഹരിക്കുന്നവൻ മരണമടയുന്നു. ഇതുപോലെ ഒരുവൻ കർത്തൃത്വാഭിമാനത്തോടും ഫലേച്ഛയോടും കൂടി കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ കർത്താവായി തീരുന്നു. മറ്റൊരുവൻ ഫലേച്ഛയില്ലാതെ കർമ്മത്തെ ചെയ്ത് അകർത്താവായി തീരുന്നു. എങ്കിലും 2 പേർക്കും കർമ്മം ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല.
വഴിവക്കിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഫലം അതുവഴി വരുന്ന ആർക്കും ലഭിക്കാം. അതുപോലെ ഫലം ഇച്ഛിച്ച് കർമ്മം ചെയ്യുന്ന ആർക്കും ലഭിക്കാം. എന്നാൽ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമായാൽ പോലും ഇതിൻ്റെ ഫലം ഉപേക്ഷിക്കുന്നവൻ കർമ്മഫല ത്യാഗിയാണ്. ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മോചിതനാവുന്നു. 3 വിധത്തിലുള്ള ലോകങ്ങളും കർമ്മഫലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് അവനെ 3 ലോകങ്ങളും ബന്ധിക്കുന്നില്ല. ദേവന്മാർ, മനുഷ്യർ, അചരർ എന്നിവയാണ് ഈ പ്രപഞ്ചത്തിന് രൂപം നൽകുന്നത്. ഇവ 3ഉം കർമ്മഫലത്തിൻ്റെ 3 അവസ്ഥകളാണ്. ഇവയിൽ ഒന്നാമത്തേത് ഇഷ്ടവും, രണ്ടാമത്തേത് അനിഷ്ടവും, മൂന്നാമത്തേത് ഇഷ്ടാനിഷ്ടങ്ങളുടെ സമ്മിശ്രവുമാണ്. ഐഹിക സുഖങ്ങളിൽ ആസക്തരും വിഹിത കർമ്മങ്ങളെ അവഗണിച്ച് നിഷിദ്ധ കർമ്മങ്ങളിൽ വ്യാപൃതരും ആകുന്നവർ താഴേക്കിടയിലുള്ള കൃമികീടങ്ങളും മൺകട്ടകളുമായി പുനർജന്മം എടുക്കുന്നു. ഇത് കർമ്മത്തിൻ്റെ അനിഷ്ടഫലങ്ങളാണ്. അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ നിർണയിച്ച് അവസ്ഥയ്ക്കൊത്തവണ്ണം ഭേദവിധിപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് ഇന്ദ്രാദി ദേവകളുടെ ശരീരം ലഭിക്കുന്നു. ഇത് കർമ്മത്തിൻ്റെ ഇഷ്ടഫലങ്ങളായി പ്രസിദ്ധി പെറ്റവയാണ്. മധുരവും കയ്പും കൂട്ടിക്കലർത്തുമ്പോൾ പ്രത്യേക തരത്തിൽ സ്വാദുള്ള ഒരു പാനീയം ലഭിക്കുന്നു. യോഗാനുഷ്ഠാനത്തിൽ നിശ്വാസം നിർത്തുമ്പോൾ കുംഭകം അനുഭവപ്പെടുന്നു. സത്യവും അസത്യവും കൂടി ഇടകലർത്തിയാൽ ഇവ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു മിശ്രിതം ഉണ്ടാവുന്നു. അതുപോലെ പുണ്യകരവും പാപകരവുമായ കർമ്മങ്ങൾ തുല്യനിലയിൽ വർത്തിക്കുമ്പോൾ ഒരുവൻ മനുഷ്യ ശരീരത്തിൽ പുനർജന്മം എടുക്കുന്നു. ഇതാണ് ഇഷ്ടാനിഷ്ടങ്ങളുടെ മിശ്രിത ഫലം. ഇപ്രകാരം ഈ ലോകത്തിൽ കർമ്മത്തിൻ്റെ ഫലം 3 വിധത്തിലാണ്. കർമ്മഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിച്ചുകൂട്ടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അവന് ജനന മരണങ്ങളിൽ പെടാതെ കഴിയുകയില്ല. ആഹാരപദാർത്ഥങ്ങൾ കാണുമ്പോൾ വായിൽ വെള്ളമൂറുന്നു. ആവശ്യത്തിലേറെ ഭക്ഷിക്കുന്നു. അവസാനം അജീർണം ബാധിച്ച് അന്തരിക്കുന്നു. കാനന പ്രാന്തങ്ങളിലെത്തുന്നതുവരെ മാത്രമേ കൊള്ളക്കാരൻ്റെ ചങ്ങാത്തം സുഖപ്രദമായിരിക്കൂ. ഒരു വേശ്യയുമായി സഹശയനം നടത്തുന്നതുവരെ മാത്രമേ അവളോടുള്ള ആകർഷണം നിലനിൽക്കുകയുള്ളൂ. അതുപോലെ ഒരുവൻ അയാളുടെ ശരീരത്തിൽ ജീവനോടെ സ്ഥിതി ചെയ്യുന്നതുവരെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഉത്സുകനായിരിക്കും. അയാളുടെ മരണാനന്തരം കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. പ്രതാപശാലിയായ ഒരു ഉത്തമർണൻ കൊടുത്ത തുക തിരികെ മേടിക്കാൻ നിശ്ചിത സമയത്ത് എത്തുമ്പോൾ പണം മടക്കിക്കൊടുക്കാതെ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അധവർണന് സാധ്യമല്ല. അതുപോലെ യാതൊരു ജീവജാലങ്ങൾക്കും കർമ്മഫലം അനുഭവിക്കാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഒരു കതിരിൽ നിന്ന് ഒരു ധാന്യം നിലത്ത് വീണാൽ അത് മുളച്ച് വലുതായി മറ്റൊരു ധാന്യക്കതിർ ഉണ്ടാകുന്നു. ഈ നടപടി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ പൂർവകർമ്മങ്ങളുടെ ഫലത്തെ ഭുജിക്കുന്ന ഒരു ശരീരം പുതുതായി കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലങ്ങളെ ഭുജിക്കുന്നതിനായി വീണ്ടും ശരീരത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരുവൻ തൻ്റെ പൂർവകർമ്മ ഫലം അനുഭവിക്കുമ്പോഴും തുടർന്നും കർമ്മം ചെയ്യുകയും പദയാത്രികൻ്റെ ഓരോ കാൽവയ്പും പോലെ കർമ്മഫലങ്ങൾ ഓരോന്നായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു കടത്തുവഞ്ചി മറുതീരത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനു വേണ്ടി നിരന്തരം 2 തീരങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കർമ്മത്തിന് അവസാനമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങൾ അനുഭവിക്കാതെയും തരമില്ല. ഈ ക്രമത്തിൽ ഫലവും ഫലഭോഗവും കൂടി വരുന്നു. സാധ്യമായ കർമ്മങ്ങൾ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സാധനയായി തീരുന്നു. ആകയാൽ ഫലാസക്തി ഉപേക്ഷിക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ സംസാരത്തിൻ്റെ വലയിൽ കിടന്ന് ഉഴലേണ്ടതായി വരുന്നു. പ്രത്യുത വിടരുന്നതോടൊപ്പം തന്നെ വരണ്ടു പോകുന്ന ജാതി പുഷ്പം പോലെ മറ്റുള്ളവർ കർമ്മത്തെ ത്യജിച്ച് കർമ്മത്തെ തന്നെ നിഷ്ഫലമാക്കി തീർക്കുന്നു. ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന വിത്ത് ഭക്ഷണത്തിനു വേണ്ടി ചെലവഴിച്ചാൽ കൃഷി ഇറക്കുന്നതിനായി ഉഴുകയോ വിതറുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഫലത്തെ ത്യജിക്കുന്നതോടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു. ഇപ്രകാരമുള്ള ത്യാഗികൾക്ക് സത്വശുദ്ധി വർദ്ധിക്കുന്നു. ഗുരുകൃപയാകുന്ന അമൃതതുഷാരം അവരുടെ മേൽ തളിക്കപ്പെടുന്നതോടെ അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവുകയും
അത് ദ്വൈതത്തിൻ്റെ ദൈന്യഭാവത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ജഗതാഭാസത്തിന് കാരണമാകുന്ന ത്രിവിധ കർമ്മഫലങ്ങൾ ഇല്ലാതാവുകയും ഭോഗ്യവും ഭോക്താവും എന്ന ദ്വന്ദ്ഭാവം അവസാനിക്കുകയും ചെയ്യുന്നു. അല്ലയോ വീര, ഇപ്രകാരം ജ്ഞാനം സമ്പാദിച്ച് കർമ്മസന്യാസം ചെയ്യുന്നവർ ജനന മരണങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. അവർ കർമ്മത്തിലുൾപ്പെടെ എവിടെയും ആത്മസ്വരൂപത്തെ ദർശിക്കുന്നു. അപ്പോൾ പിന്നെ അവർ കർമ്മത്തിലോ കർമ്മഫലത്തിലോ തൽപരരാവുന്നത് എങ്ങനെയാണ്? ചുമർ ഇടിഞ്ഞു വീഴുമ്പോൾ ചുമരിലെഴുതിയ ചിത്രം മണ്ണിനോട് ചേർന്നു പോകുന്നു. അരുണോദയത്തോടെ അന്ധകാരം മറയുന്നു. സ്ഥൂലദേഹത്തിൻ്റെ അഭാവത്തിൽ എങ്ങനെയാണ് നിഴൽ ഉണ്ടാകുന്നത്? മുഖക്കണ്ണാടിയില്ലാതെ മുഖം പ്രതിഫലിച്ച് കാണുമോ? നിദ്രയ്ക്ക് ഭംഗം വരുമ്പോൾ സ്വപ്നത്തിൻ്റെ സാധ്യത ഇല്ലാതാകുന്നില്ലേ? അപ്പോൾ സ്വപ്നം സത്യമായിരുന്നുവോ മിഥ്യയായിരുന്നുവോ എന്ന വാദപ്രതിവാദം നിരർത്ഥകമായി തീരുകയില്ലേ? അതുപോലെ കർമ്മഫലം ത്യജിക്കുന്നതോടുകൂടി അജ്ഞതയുടെ വേരുകൾ അറ്റുപോകുന്നു. ഈ അവസ്ഥയിൽ കർമ്മം ചെയ്യുന്നതിനോ കർമ്മഫലം സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ ആരാണ് മുതിരുക? ഇതോടെ കർമ്മത്തെയും കർമ്മഫലത്തെയും കുറിച്ചുള്ള എല്ലാ സംസാരങ്ങളും ഒരു ത്യാഗിയിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ അജ്ഞാനം മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജീവജാലങ്ങളിൽ വ്യത്യസ്ത ഭാവം ദർശിച്ചുകൊണ്ട് ആത്മാവ് കർത്തൃത്വഭാവം പ്രകടിപ്പിക്കുന്നതായും ഉത്സാഹത്തോടെ ശുഭാശുഭ കർമ്മങ്ങൾ ചെയ്യുന്നതായും തോന്നും. യഥാർത്ഥത്തിൽ ആത്മാവിനും കർമ്മത്തിനും തമ്മിൽ യാതൊരു സംബന്ധവും ഇല്ല. ഇവ കിഴക്കും പടിഞ്ഞാറും പോലെയാണ്. ആകാശവും കാർമേഘങ്ങളും ഒന്നല്ല. സൂര്യനും മൃഗതൃഷ്ണയും രണ്ടാണ്. ഭൂമിയും വായുവും വിഭിന്നമാണ്. നദീമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറയും ജലവും തമ്മിൽ സാദൃശ്യമുണ്ടോ? ജലത്തിൽ നിന്നുണ്ടായി ജലത്തിന് മുകളിൽ വളരുന്നതാണ് പായലെങ്കിലും അവ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. വിളക്കും അതിന്മേലുണ്ടാകുന്ന പുകക്കരിയും തമ്മിൽ സംബന്ധപ്പെട്ടതാണെങ്കിലും രണ്ടും ഒന്നാണെന്ന് ആരും പറയുകയില്ല. ചന്ദ്രനിൽ പുള്ളികൾ കാണാം, എന്നാൽ അത് ചന്ദ്രൻ്റേതല്ല. ദൃഷ്ടിയും ലോചനവും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. ജലപ്രവാഹത്തിൽ കൂടി ഒഴുകുന്ന വസ്തുവും ജലവും തമ്മിൽ എന്താണ് ബന്ധം? മുഖക്കണ്ണാടിയും അതിൽ നോക്കുന്ന മുഖവും തമ്മിൽ എന്താണ് സാമ്യം? ആത്മാവും കർമ്മവും തമ്മിലുള്ള വ്യത്യാസം ഇപ്രകാരമാണ്. എന്നാൽ അജ്ഞാന നിമിത്തം അവ ഒന്നാണ് എന്ന് തോന്നുന്നുവെന്ന് മാത്രം. താമര വിടരുന്നത് സൂര്യോദയത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഭ്രമരം തേനുണ്ണുന്നതിനായി താമര പൂവിലെത്തുന്നു. അതുപോലെ ആത്മാവ് കർമ്മങ്ങൾ ചെയ്യുന്നുവെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ വിജയകരമായ പരിസമാപ്തിക്ക് 5 കാരണങ്ങളുണ്ട്. ഞാൻ അവയെ നിനക്ക് പറഞ്ഞു തരാം.